ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനും പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ജൂൺ മാസത്തെ PSC ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2024 പുരുഷ IPL കിരീടം നേടിയത് ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 2024 പുരുഷ IPL കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഈ ഒരു കിരീട നേട്ടം. ഇപ്പോൾ 2024 പുരുഷ IPL കിരീടം നേടിയത് ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസിന് അർഹമായ കൃതി. 2024 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസിന് അർഹമായ കൃതി കെയ്റോസ്. ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപ്പൻബെക്കാണ് കെയ്റോസ് എന്ന ഈ ഒരു നോവൽ രചിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? മിഖായേൽ ഹോഫ്മാൻ. അപ്പോൾ 2024 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസിന് അർഹമായ കൃതിയാണ് കെയ്റോസ്. രചിച്ചത് ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപ്പൻബെക്ക്. ഈ ഒരു നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിഖായേൽ ഹോഫ്മാൻ, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഒഡീഷയിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? മോഹൻ ചരൺ മാജി. ഒഡീഷയിലെ പുതിയ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി. അടുത്തത്, ആന്ധ്രാപ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. അപ്പോൾ ഒഡീഷയിലെ പുതിയ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി, അതുപോലെ ആന്ധ്രാപ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ഓർത്തുവയ്ക്കുക. അടുത്തത്, കുവൈത്തിൻ്റെ പുതിയ കിരീടാവകാശി ആരാണ്? ഷെയ്ഖ് സബ അൽ ഖാലിദ് അൽ സബ. കുവൈത്തിൻ്റെ പുതിയ കിരീടാവകാശി ഷെയ്ഖ് സബ അൽ ഖാലിദ് അൽ സബ. നെക്സ്റ്റ്, DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ ഏതാണ്? രുദ്ര M2. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ രുദ്ര M2. ഒറീസ തീരത്ത് നിന്നാണ് ഈ ഒരു മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്, ഓർത്തുവയ്ക്കുക. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വായുവിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലാണ് രുദ്ര M2. ഒറീസ തീരത്ത് നിന്നാണ് ഈ ഒരു മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. അടുത്തത്, സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? നേർവഴി. സ്കൂൾ കുട്ടികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി നേർവഴി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 72. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം 72. അടുത്തത്, അടുത്തിടെ രാജ്യാന്തര ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആരാണ്? ദിനേശ് കാർത്തിക്. അടുത്തിടെ രാജ്യാന്തര ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ദിനേശ് കാർത്തിക്. നെക്സ്റ്റ്, അടുത്തിടെ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ 3 രാജ്യങ്ങളാണ്. അയർലൻഡ്, നോർവേ, സ്പെയിൻ, ഓർത്തുവയ്ക്കുക. അടുത്തിടെ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളാണ് അയർലൻഡ്, നോർവേ, സ്പെയിൻ. നെക്സ്റ്റ്, കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ആരാണ്? ഡോക്ടർ N കൃഷ്ണകുമാർ. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ. നെക്സ്റ്റ്, മികച്ച സംവിധായകനുള്ള സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ ആരാണ്? ഷമീർ ഭരതന്നൂർ. മികച്ച സംവിധായകനുള്ള സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ഫിലിം ഗോൾഡൻ ആർക്ക് പുരസ്കാരത്തിന് അർഹനായ സംവിധായകനാണ് ഷമീർ ഭരതന്നൂർ, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ മലയാള നടി ആരാണ്? ഷീല. 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത് റേ പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ മലയാള നടിയാണ് ഷീല, ഓർത്തുവയ്ക്കുക. അടുത്തത്, മെക്സിക്കോയിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്?
ക്ലോഡിയ ഷെയ്ൻബോം. മെക്സിക്കോയിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്ലോഡിയ ഷെയ്ൻബോം. സ്വതന്ത്ര മെക്സിക്കോയുടെ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് ക്ലോഡിയ ഷെയ്ൻബോം. ഓർത്തുവയ്ക്കുക, മെക്സിക്കോയിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്ലോഡിയ ഷെയ്ൻബോം. സ്വതന്ത്ര മെക്സിക്കോയിൽ 200-ലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്ലോഡിയ ഷെയ്ൻബോം. നെക്സ്റ്റ്, ചന്ദ്രൻ്റെ മറുപുറത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ചൈനയുടെ പേടകം ചാങ് E6. ചാങ് E6. ചന്ദ്രൻ്റെ മറുപുറത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ചൈനയുടെ പേടകമാണ് ചാങ് E6. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2023 സംഗീത നാടക അക്കാദമി പുരസ്കാരം ഫെലോഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ 3 പേരാണ്. പ്രൊഫസർ പാറശാല രവി, മൃദംഗാചാര്യനായ പ്രൊഫസർ പാറശാല രവി, അതുപോലെ നാടക സംവിധായകനായ TM എബ്രഹാം, മോഹിനിയാട്ടം കലാകാരിയായ കലാ വിജയൻ. ഓർത്തുവയ്ക്കുക, 2023 സംഗീത നാടക അക്കാദമി പുരസ്കാരം ഫെലോഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? പ്രൊഫസർ പാറശാല രവി മൃദംഗാചാര്യനാണ്, അതുപോലെ നാടക സംവിധായകനായ TM എബ്രഹാം, മോഹിനിയാട്ടം കലാകാരിയായ കലാ വിജയൻ. 50,000 രൂപയാണ് ഇവർക്ക് ഫെലോഷിപ്പായി ലഭിക്കുന്നത്. ഓർത്തുവയ്ക്കുക. അതുപോലെ സംഗീത നാടക അക്കാദമിയുടെ കലാപ്രതിഭാ പുരസ്കാരത്തിന് 17 പേരും ഗുരുപൂജാ പുരസ്കാരത്തിന് 22 പേരും അർഹരായി. ഓർത്തുവയ്ക്കുക, സംഗീത നാടക അക്കാദമിയുടെ കലാപ്രതിഭാ പുരസ്കാരത്തിന് 17 പേരും അതുപോലെ ഗുരുപൂജ പുരസ്കാരത്തിന് 22 പേരും അർഹരായി. 2023 സംഗീത നാടക അക്കാദമി പുരസ്കാരം ഫെലോഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? മൃദംഗാചാര്യനായ പ്രൊഫസർ പാറശാല രവി, നാടക സംവിധായകനായ TM എബ്രഹാം, മോഹിനിയാട്ടം കലാകാരിയായ കലാ വിജയൻ. അതുപോലെ 17 പേർ കലാപ്രതിഭാ പുരസ്കാരത്തിനും 22 പേർ ഗുരുപൂജ പുരസ്കാരത്തിനും അർഹരായി. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 2023 സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നാടകമാണ്? മണികർണിക എന്ന നാടകമാണ് സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 2023 സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവനന്തപുരം സൗപർണിക അവതരിപ്പിച്ച നാടകമാണ് മണികർണിക. അതുപോലെ മികച്ച നാടകത്തിന് 50,000 രൂപയാണ് പുരസ്കാരമായി ലഭിക്കുക. 50,000 രൂപയാണ് പുരസ്കാരമായി ലഭിക്കുക. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 P. കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. 2024 P. കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഓർത്തുവയ്ക്കുക. അടുത്തത്, 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയ സ്പാനിഷ് താരം ആരാണ്? കാർലോസ് അൽക്കാരസ്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയ സ്പാനിഷ് താരമാണ് കാർലോസ് അൽക്കാരസ്. അടുത്തത്, 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിയാടെക്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ഇഗ സ്വിയാടെക്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വനിതാ ഡബിൾസ് കിരീടം നേടിയത് ആരൊക്കെയാണ്? കൊക്കോ ഗാഫ്, കാതറിന സിനിയാക്കോവ സഖ്യം. കൊക്കോ ഗാഫ്, കാതറിന സിനിയാക്കോവ സഖ്യമാണ് 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വനിതാ ഡബിൾസ് കിരീടം നേടിയത്. ഓർത്തുവയ്ക്കുക. അടുത്തത്, അടുത്തിടെ വിജയകരമായി വിക്ഷേപിച്ച ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റ് ഏതാണ്? സ്റ്റാർഷിപ്പാണ്. അടുത്തിടെ വിജയകരമായി വിക്ഷേപിച്ച ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റാണ് സ്റ്റാർഷിപ്പ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പുതിയ കരസേനാ മേധാവിയായി അധികാരമേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പുതിയ കരസേനാ മേധാവിയായി അധികാരമേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പക്ഷിപ്പനി വകഭേദമായ H5N2 ബാധിച്ച് ആദ്യ മരണം സ്ഥിരീകരിച്ചത് എവിടെയാണ്? മെക്സിക്കോയിലാണ്. പക്ഷിപ്പനി വകഭേദമായ H5N2 ബാധിച്ച് ആദ്യ മരണം സ്ഥിരീകരിച്ചത് മെക്സിക്കോ. നെക്സ്റ്റ്, 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ചലച്ചിത്രം ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് സംവിധാനം ചെയ്തത് പായൽ കപാഡിയ. ഓർത്തുവയ്ക്കുക. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിനാണ് 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായത്. ഓക്കെ. അതുപോലെ 30 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതിനു മുൻപ് ഷാജി എൻ കരുണിൻ്റെ സ്വം എന്ന
ചിത്രമാണ് മത്സരിച്ചിട്ടുള്ളത്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതുപോലെ പായൽ കപാഡിയ ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി കൂടിയാണ്. ഓക്കെ, ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് പായൽ കപാഡിയ. നെക്സ്റ്റ്, 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിച്ച മലയാള ഹ്രസ്വ ചലച്ചിത്രം ഏതാണ്? കൈമിറ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിച്ച മലയാള ഹ്രസ്വ ചലച്ചിത്രമാണ് കൈമിറ. അപ്പോൾ 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ചലച്ചിത്രം ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധാനം പായൽ കപാഡിയ. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിച്ച മലയാള ഹ്രസ്വ ചലച്ചിത്രമാണ് കൈമിറ. ഓർത്തുവെക്കുക. കാൻ ചലച്ചിത്രമേളയിൽ പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി നേടിയ ഛായാഗ്രാഹകൻ ആരാണ്? സന്തോഷ് ശിവൻ. കാൻ ചലച്ചിത്രമേളയിൽ പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ബഹുമതി നേടിയ ഛായാഗ്രാഹകനാണ് സന്തോഷ് ശിവൻ. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് സന്തോഷ് ശിവൻ. ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഈ ഒരു പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. അപ്പോൾ നെക്സ്റ്റ്, കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാണ്? അനസൂയ സെൻഗുപ്ത. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി അനസൂയ സെൻഗുപ്ത. ദ ഷെയിംലെസ് എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് അനസൂയ സെൻഗുപ്തയ്ക്ക് മികച്ച നടി പുരസ്കാരം ലഭിച്ചത്. ദ ഷെയിംലെസ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് അനസൂയ സെൻഗുപ്തയ്ക്ക് മികച്ച നടി എന്ന പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ്, ഉണ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ഉണ്മ അക്ഷരദക്ഷിണ പുരസ്കാരം നേടിയ എഴുത്തുകാരി ആരാണ്? ബി ഇന്ദിര. ഉണ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ഉണ്മ അക്ഷരദക്ഷിണ പുരസ്കാരം നേടിയ എഴുത്തുകാരി ബി ഇന്ദിര. നെക്സ്റ്റ്, മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡിന് അർഹനായ കഥാകാരൻ എം മുകുന്ദൻ. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡിന് അർഹനായ കഥാകാരൻ എം മുകുന്ദൻ. നെക്സ്റ്റ്, IPLന്റെ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം ആരാണ്? വിരാട് കോഹ്ലി. IPLന്റെ 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമാണ് വിരാട് കോഹ്ലി. നെക്സ്റ്റ്, കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷണ സംഘം പുതിയതായി എത്ര ഇനം സമുദ്രജീവികളെയാണ് കണ്ടെത്തിയത്? 212. കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷണ സംഘം പുതിയതായി എത്ര ഇനം സമുദ്രജീവികളാണ് കണ്ടെത്തിയത്? 212 ഇനം സമുദ്രജീവികൾ. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? മേജർ രാധിക സെൻ. ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരത്തിന് അർഹയായത് മേജർ രാധിക സെൻ. നെക്സ്റ്റ്, ദേശീയ പ്രതിരോധ അക്കാദമി അഥവാ NTA കമാൻഡൻ്റായി ചുമതലയേറ്റത് ആരാണ്? വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ്. ദേശീയ പ്രതിരോധ അക്കാദമി അഥവാ NTA കമാൻഡൻ്റായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ആരാണ്? ഗോപിചന്ദ് തോട്ടക്കുര. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയാണ് ഗോപിചന്ദ് തോട്ടക്കുര. നെക്സ്റ്റ്, എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ. ഇവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ് എന്തെന്ന് വെച്ചാൽ എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ 2ാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യ കാർത്തികേയനാണ്. അപ്പോൾ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ. അതുപോലെ എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ 2ാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടി ആരാണ്? കാമ്യ കാർത്തികേയൻ. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ബാഡ്മിൻ്റൺ താരം PV സിന്ധു. വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ ബാഡ്മിൻ്റൺ താരം PV സിന്ധു. നെക്സ്റ്റ്, ദേശീയ പ്രതിരോധ അക്കാദമി NTA കമാൻഡൻ്റായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായിരുന്നു. നെക്സ്റ്റ്, 2024 ജൂണിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്ന വ്യക്തി ആരാണ്? രുചിര കംബോജ്. 2024 ജൂണിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്ന വ്യക്തി രുചിര കംബോജ്.
നെക്സ്റ്റ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി.